ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അശ്വിനിയുടെ ഹൽദി ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പം നമ്മൾ ദാണ്ട് ഹൽദിയുടെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഏട്ടനും കണ്ണനും ഉണ്ട്, പിന്നെ അശ്വിനിയുടെ അച്ഛനും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനും ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനാണ് കേട്ടോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ എന്തായാലും ആ ഒരു ഭാഗത്ത് എന്തായാലും നമ്മൾ അടിപൊളിയായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം താണ്ടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ മഞ്ഞപ്പൂ വെച്ചിട്ട് നമ്മൾ ബാക്കിയും കൂടി അലങ്കരിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ടെ ഫൈനലി നമ്മുടെ ഹൽദിയുടെ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എന്തായാലും സൂപ്പറായി. ഇനി അടുത്ത ഏടനെ കണ്ണൻ്റെ ഭാഗം ഒരു ഡാൻസ് പ്രാക്ടീസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. എന്തായാലും അടിച്ച് പൊളിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് നമ്മൾ. പിന്നെ അതിനുശേഷം നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ലൈറ്റ് വേണമല്ലോ. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഈവനിങ്ങിലേക്ക് കൊളിച്ച് സുന്ദരനും സുന്ദരിയായി നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആനന്ദൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമ്മുടെയും ഏറ്റവും അടുത്ത കുറച്ച് ബന്ധുക്കളെ മാത്രമേ നമ്മൾ ഹൽദിയിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളായിരുന്നു. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട്. ആനന്ദ് ഒരു ഗിഫ്റ്റ് അശ്വിനിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ താണ്ടെ നമ്മളാൽ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ ഹൽദി ഒന്ന് മൊത്തത്തിലൊന്ന് കളറാക്കി കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മളൊരു ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വന്ന് മഞ്ഞൾ തേക്കുന്ന ചടങ്ങാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ പറ്റുമോ, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൺ ഉണ്ട് കേട്ടോ, അതും അമർത്തണേ, മറക്കല്ലേ. അങ്ങനെ അതിനുശേഷം നമ്മൾ അശ്വിനിയുടെ അച്ഛനാണ് കേട്ടോ, അച്ഛനും അമ്മയാണ്. അപ്പോൾ നമ്മുടെ അമ്മ അനന്തൂനും ലഡുവൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു, ടിൻഡുവിനും ലഡുവൊക്കെ എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ടിൻഡു എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആ പേരങ്ങ് വരും വായിൽ. അങ്ങനെ എന്തായാലും നമ്മൾ മഞ്ഞളൊക്കെ തേച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്തിനും ദക്ഷമുണ്ട് കേട്ടോ. ദക്ഷമാണെങ്കിൽ അവിടെ നിന്ന് മാറുന്നില്ല. എത്ര വട്ടം പിടിച്ച് മാറ്റിയെന്ന് പറയാം, എന്നാലും അവരുടെ അടുത്ത് തന്നെ നിൽക്കുകയുള്ളൂ പോയി. അങ്ങനെ എന്തായാലും ആ ഒരു ചടങ്ങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി അതിനുശേഷം നമ്മൾ അനന്തുവിൻ്റെ വീട്ടിൽ നിന്ന് അനന്തുവിൻ്റെ അളിയനും പെങ്ങളും അവരെയാണ് കേട്ടോ അടുത്ത് ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ എന്തായാലും അശ്വതി നല്ല അടിപൊളി ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട് നല്ല സുന്ദരിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ അടുത്ത ലഡുവൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അതിനുശേഷം അടുത്ത മഞ്ഞൾ തേക്കുന്നൊരു ചടങ്ങാണ് കേട്ടോ. അങ്ങനെ മഞ്ഞളൊക്കെ തേച്ചു. എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അശ്വിനിയുടെ കോസ്റ്റ്യൂം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. അവൾ ആ ഉടുപ്പ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് മീഷോയിൽ നിന്നാണ് കേട്ടോ. അപ്പം നല്ല അടിപൊളി സ്കേർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര സ്കേർട്ടും ടോപ്പും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിനുശേഷം പിന്നെ നമ്മൾ ദാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അടിപൊളിയായിരുന്നു. പിന്നെ അതിനുശേഷം അശ്വതിയുടെ നാത്തൂനാണ് കേട്ടോ. നാത്തൂനും അനന്തുവിൻ്റെ മാമൻ്റെ മോനുമാണ് കേട്ടോ. അശ്വതിയുടെ മോനാണ് കേട്ടോ യെല്ലോ കളർ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നത്. ആൾ ഭയങ്കര കുറുമ്പനാണ് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാനിരുന്ന നമ്മുടെ ആ പ്രധാനപ്പെട്ട ദിവസമൊക്കെയാണ് നമ്മുടെ മഞ്ഞ കല്യാണം. അങ്ങനെ എന്തായാലും ദക്ഷമാണെങ്കിൽ എല്ലാത്തിലും ഉണ്ട്. മഞ്ഞൾ തേക്കാനാണെങ്കിലും ലഡു കായ് വെച്ച് കൊടുക്കാനാണെങ്കിലും എല്ലാത്തിലും ഉണ്ട്. പിന്നെ അതിനുശേഷം നല്ല അടിപൊളി ഒരു കിടക്കാച്ച് ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ എന്നോട് ആരും കുറ്റം പറഞ്ഞത് എന്നെ കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഡാൻസും കാര്യങ്ങളൊക്കെ ബാക്കി ഒന്നും കിട്ടിയില്ല കേട്ടോ. ആ ഒരു തിരക്കിൻ്റെ ഇടയ്ക്ക് അശ്വിനി എന്തായാലും ഡാൻസൊക്കെ സൂപ്പറായിട്ട് കളിച്ചിട്ട് നമുക്ക് ആ പാട്ട് ഇതിൽ കൊടുക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ പാട്ടിൻ്റെ ഞങ്ങളിതിൽ ആഡ് ചെയ്യാത്തതും. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും കൂടുതലായിട്ട് നമ്മുടെ ഹൽദി ഭയങ്കരമായിട്ട് കളറാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ ഭയങ്കര തിരക്കിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ബാക്കി വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ. ബൈ, സീ യു.